ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ദിസ് ഈസ് മീ നിരഞ്ജന. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഓണമാണ്. അപ്പം ഓണം ആയതുകൊണ്ട് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. കുറേ ദിവസമൊന്നും വീഡിയോ ഇട്ടില്ലായിരുന്നു, കാരണം പരീക്ഷയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ബിസി ആയിപ്പോയി. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഡേ ക്രീമാണ്. സോ ഫസ്റ്റ് ഇത് അപ്ലൈ ചെയ്യും. ഇതാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. മോയ്സ്ചറൈസറാണ്. ആൻഡ് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരുപാട് മോയ്സ്ചറൈസറായാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്യും. അങ്ങനെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് പറയുന്നത് സൺസ്ക്രീനാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ഞാനിത് ലാക്മേയുടെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. വിറ്റാമിൻ സി ഡേ ക്രീം എന്ന് പറയുന്നത് ലാക്മേയുടെയാണ് വാങ്ങിച്ചത്. അതുപോലെ തന്നെ സൺസ്ക്രീനും ഞാൻ വാങ്ങിച്ചത് ലാക്മേയുടെ തന്നെയാണ്. SPF 50 PA++ ആണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ സൺസ്ക്രീനും അധികം അപ്ലൈ ചെയ്യാറില്ല, കാരണം അത് തീരാറായിട്ടുണ്ട് സൺസ്ക്രീന്. അതുകൊണ്ട് ഞാൻ കുറച്ചായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഇന്ന് ഓണം ഇതൊക്കെ ആയതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സ്കൂളിലൊക്കെ പോകുമ്പോഴും ഞാൻ കുറച്ചേ അപ്ലൈ ചെയ്യാറുള്ളൂ. അപ്പോൾ ഭയങ്കര വെയിലും ഒക്കെ ആയതുകൊണ്ട് കുറച്ചധികം അപ്ലൈ ചെയ്യും. സ്കൂളിലൊക്കെ പോകുമ്പോൾ കുറച്ച് അപ്ലൈ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പം ഇതെല്ലാം അപ്ലൈ ചെയ്തു. ആൻഡ് ഞാൻ കുറച്ച് പൗഡർ ഇടും. ജസ്റ്റ് സാധാ പൗഡർ തന്നെയാണ് ഇടുന്നത്. കോമ്പാക്ട് പൗഡർ എങ്കിലും ഉണ്ട്, എന്നാലും ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് സാധാ പൗഡറാണ് ഇടുന്നത്. കാരണം ആ കോമ്പാക്ട് പൗഡറിലും ഈ സൺസ്ക്രീനിൻ്റെ ആ ഒരു സെയിം എഫക്റ്റ് അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഇട്ടുകൊണ്ടാണ് കോമ്പാക്ട് പൗഡർ ഇടാത്തത്. കുറച്ച് അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ ജ്വല്ലറീസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ മാലയാണ് ഇടുന്നത്. ഈ മാലയാണ് ഇടാൻ പോകുന്നത്. ദെൻ ഈ കമ്മൽ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇടുന്നത്. സോ മുടിയൊക്കെ ഒന്ന് ചീകിന്ന് സെറ്റാക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ മുടിയൊക്കെ ചീകി നല്ല അടിപൊളിയാക്കിയിട്ട് ബാക്കി കാണിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കമ്മലിടാൻ പോവാണേ. ഞാൻ കമ്മലിടുവാണ്.
ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഫൈനലൊക്കെ കാണിക്കാം. എന്നാലും പറ്റുവാണെങ്കിൽ ഫുള്ള് കാണിക്കാം. ഡ്രസ്സ് അടിപൊളിയാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ പറയണം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് കൂടെയാണ്. അതിന് മുമ്പ് ലിപ് ബാം വന്നിട്ട് ലിപ്പ് ഡ്രൈ ആവും. സോ അതുകൊണ്ട് ലിപ് ബാം. ലിപ്സ്റ്റിക്കുമായിട്ടുണ്ട്. ഇനി വളയും കൊടുക്കാം. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഉള്ളു, പൊട്ടൊന്നും വെച്ചില്ല, അതും കൂടെ വെച്ചിട്ട് കാണിക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പൊട്ടൊക്കെ വെച്ചു, ലിപ്സ്റ്റിക്ക് ഇട്ടു, കൂടിപ്പോയോ ഒന്ന് ഡൗട്ട്. ലിപ്സ്റ്റിക്ക് കൂടിപ്പോയെന്ന് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ടുണ്ടോ? അടിപൊളിയായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, മേക്കപ്പ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുക്കണം. ഫോട്ടോ എടുത്തിട്ട് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ആയിടും. ഓക്കെ, കുറേ ഫോട്ടോസൊക്കെ ഇനി എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഓക്കെ, സൂപ്പറാണോ ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗായ്സ് ബൈ. അടുത്ത വീഡിയോയുമായിട്ട് ഇനി വരുന്നതാണ്. ഓക്കെ.